വനവിസ്തൃതിയിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം. 13. കേരളത്തിൻ്റെ വനവിസ്തൃതി 21,144 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനങ്ങൾ? 54.42%. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ. മൺസൂൺ വനങ്ങൾ അഥവാ ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും കാടുകൾ. കേരളത്തിലെ ഫോറസ്റ്റ് ഡിവിഷനുകളുടെ എണ്ണം 36. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം 1975. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പീച്ചി. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോട്ടയം. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? വഴുതക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ. റാന്നി. കേരളത്തിലെ പ്രദേശങ്ങളിൽ റിസർവ് വനമായി ആദ്യം പ്രഖ്യാപിക്കപ്പെട്ടത്? കോന്നി. കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല? പത്തനംതിട്ട. കേരളത്തിൽ റിസർവ് വനം കുറവുള്ള ജില്ല? ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനം? വിയ്യാപുരം. വനവിസ്തൃതി കൂടുതലുള്ള ജില്ല? ഇടുക്കി. ശതമാനാടിസ്ഥാനത്തിൽ വനഭൂമി കൂടുതലുള്ള ജില്ല? വയനാട്. വനഭൂമി ഏറ്റവും കുറഞ്ഞ ജില്ല? ആലപ്പുഴ. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല? കണ്ണൂർ. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്? തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്? അഗസ്ത്യാർകൂടം. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? നിലമ്പൂർ. ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരമായ കന്യമരം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ? റാന്നി. കേരളത്തിലെ വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ? അഗസ്ത്യവനം. തിരുവിതാംകൂറിൽ വന നിയമം നിലവിൽ വന്ന വർഷം? 1887. കേരള വന നിയമം നിലവിൽ വന്ന വർഷം? 1961. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? 1986. ലോകബാങ്കിൻ്റെ സഹായത്തോടെ കേരളം വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം? 1998. തീരപ്രദേശത്തെ ജൈവസംരക്ഷണം ലക്ഷ്യമാക്കി കേരളത്തിലെ വനം മത്സ്യബന്ധന വകുപ്പുകൾ ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതി ഹരിതതീരം. സംസ്ഥാന കലാലയങ്ങൾ ഹരിതാഭമാക്കാനുള്ള വിദ്യാഭ്യാസം വനം വകുപ്പുകളുടെ സംയുക്ത പരിപാടി നമ്മുടെ മരം.
വനംവകുപ്പും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതി. എൻ്റെ മരം. വനം വകുപ്പും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും ചേർന്ന് നടപ്പിലാക്കിയ സാമൂഹിക വനവൽക്കരണ പദ്ധതി. വഴിയോരത്തണൽ. കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഹരിത സമിതി രൂപീകരിച്ചത് എവിടെ? മരുത്തി ഹിൽ. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം. വനശ്രീ. ഔഷധ സസ്യങ്ങളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ഔഷധ സസ്യ ബോർഡ് ആരംഭിച്ച പദ്ധതി. സഞ്ജീവനി വനം. കേരളത്തിൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് എവിടെ? മറയൂർ. വനമഹോത്സവ ദിനം എന്നാണ്? ജൂലൈ 1. വനവൃക്ഷങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന മരം. തേക്ക്. 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചതാര്? KM മുൻഷി. വിദ്യാവനം പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയ വർഷം? 2007. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം? ചെന്തുരുണി വന്യജീവി സങ്കേതം. ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം? ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. കേരളത്തിലെ വനങ്ങളെക്കുറിച്ച് പഠന ഗവേഷണം നടത്തുന്ന മുഖ്യ സ്ഥാപനം ഏത്? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്കുമരം കണ്ടെത്തിയത് എവിടെയാണ്? നിലമ്പൂർ. വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ രണ്ടാമത്തെ ജില്ല? വയനാട്.